അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് പ്രൈസ് കിട്ടിയത് നമ്മുടെ പടിക്കപ്പ് താമസിക്കുന്ന ഇരുമ്പുപാലം പടിക്കപ്പ് താമസിക്കുന്ന അൽത്താഫ് അഷ്റഫ് എന്ന കുട്ടിക്കാണ്. അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാവിധ ഖൈറും ബർക്കത്തും നൽകട്ടെ. മിടുക്കനായ കുട്ടിയാണ്. അള്ളാഹു ആ കുടുംബത്തിനും എല്ലാവിധ സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ കുട്ടികൾക്കെല്ലാം പ്രൈസ് കിട്ടുവാൻ വേണ്ടി മാക്സിമം നിങ്ങൾ മെസ്സേജ് ചെയ്യുക. എല്ലാ കുട്ടികൾക്കും കിട്ടും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാനിൻ്റെ ആദ്യത്തെ 10 ദിനരാത്രങ്ങൾ കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ റഹ്മത്തിൻ്റെ 10 ദിവസങ്ങൾ കഴിഞ്ഞ് ഇന്ന് മഗ്ഫിറത്തിൻ്റെ 10ലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇനി അള്ളാഹുവിൻ്റെ പാപമോചനം ധാരാളമായി സൃഷ്ടികൾക്ക് നൽകപ്പെടുന്ന വളരെ ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിലൂടെയാണ് ഈ 10 നാളിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. പാപമോചനം ധാരാളമായി ലഭിക്കുന്ന ഈ ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും പാപമോചനത്തിന് വേണ്ടി ധാരാളം തേടുകയും പാപം പൊറുക്കുവാൻ ഉതകുന്നതായ സൽക്കർമ്മങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യുക. ഈ 10 ദിവസം നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുന്നതിനോടുകൂടെ ശുദ്ധമനസ്കനായി പാപത്തിന്റെ സകലമാന കറകളെയും കഴുകി ശുദ്ധമാക്കി ശുദ്ധമനസ്കനായി പടച്ച തമ്പുരാന്റെ ദർബാറിൽ എത്തിച്ചേരുന്ന നല്ലൊരു മനുഷ്യനായി തീരാൻ നമ്മൾ ഒരു പ്രതിജ്ഞ എടുക്കേണ്ട സമയം കൂടിയാണ്. മനുഷ്യൻ ഓരോ തിന്മകളും ചെയ്യുമ്പോൾ, ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവന്റെ മനസ്സിൽ ഒരു പുള്ളി വീഴുകയാണ്, കറുത്ത പുള്ളി വീഴുകയാണ്. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം. വിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്, അവരുടെ തിന്മകൾക്ക് കാരണമായി, അവരുടെ ഓരോ തിന്മകൾക്കും കാരണമായി അവരുടെ മനസ്സുകളിൽ ഓരോ പുള്ളികൾ വീഴുന്നു. ഇങ്ങനെ കറുത്ത പുള്ളികൾ വീണ് വീണ് തിന്മകൾ വർദ്ധിക്കുന്നവരും കറുത്ത പുള്ളികൾ വീണ് വീണ് അവർക്ക് നന്മയുടെ പ്രകാശം അവരുടെ ഹൃദയത്തിലേക്ക്, അവരുടെ മനസ്സിലേക്ക് കയറി ചെല്ലാത്തൊരു സാഹചര്യം വരും. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് പ്രകാശമാണ്. ഈ ഈമാനാകുന്ന പ്രകാശം പാപപങ്കിലമായി കറുത്തിരുണ്ടിരിക്കുന്ന മനസ്സുകളിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കാത്ത വണ്ണം പലരുടെയും മനസ്സുകൾ അത്രയും ഇരുണ്ടുപോകും. അവർക്കൊരിക്കലും ഉപദേശങ്ങൾ ഫലിക്കില്ല. നന്മയുടെ നോട്ടങ്ങളും നന്മയുടെ ചിന്തകളും അവർക്ക് ഫലിക്കില്ല. നന്മയെ സംബന്ധിച്ചുള്ള സംസാരങ്ങൾ അവർക്ക് ഫലം ചെയ്യില്ല. കാരണം അവരുടെ പാപങ്ങൾ അവരുടെ മനസ്സിനെ കറുപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ആ കറുത്ത മനസ്സുകളിലേക്ക് ഈമാനിന്റെ പ്രകാശം കടന്നു ചെല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ഒരു മനുഷ്യൻ അവൻ പശ്ചാത്തപിക്കുമ്പോൾ, അവന്റെ ഓരോ പാപങ്ങളും പൊറുക്കുവാനുള്ള കർമ്മങ്ങൾ അവൻ ചെയ്യുമ്പോൾ, അവന്റെ മനസ്സുകൾ, അവന്റെ ഹൃദയം വീണ്ടും തെളിഞ്ഞു വന്ന് ആ തെളിഞ്ഞ ഹൃദയത്തിലേക്ക് എല്ലാ നന്മകളെയും ആവാഹിക്കുവാനും സ്വീകരിക്കുവാനുമുള്ള നല്ല ഒരു മനസ്സ് അവനുണ്ടായിത്തീരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ 10 വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നന്മകളെ ആവാഹിക്കാനും നന്മകളെ സ്വീകരിക്കുവാനും മനസ്സ് നമുക്ക് പാകം ചെയ്തെടുക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ അവന്റെ ജീവിതകാലത്ത് ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, ഈ സൽക്കർമ്മങ്ങളെ കൊണ്ട് അവന്റെ ചെറിയ ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടും. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, ഒരു മനുഷ്യന്റെ വീടിന്റെ അടുക്കലോടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. ആ പൊടിയിൽ ഇറങ്ങി ഒരു ദിവസം 5 നേരം അദ്ദേഹം കുളിക്കുന്നുവെന്ന് സങ്കല്പിക്കുക. എന്നാൽ ആ മനുഷ്യന്റെ ശരീരത്ത് വല്ല പാപവും അവശേഷിക്കുമോ എന്ന് സ്വഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചോദിച്ചപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, ഇല്ല നബിയെ. എന്നാൽ ഇതുപോലെയാണ് ഒരു മുഅ്മിനായ മുസ്ലിമായ ഒരു മനുഷ്യൻ. അവൻ 5 നേരവും നിസ്കരിക്കുന്നു, യഥാർത്ഥമായ വുളു ചെയ്ത് അതിന്റെ ഷർത്തുകളും ഫർളുകളും അതിന്റെ സുന്നത്തുകളും പാലിച്ചുകൊണ്ട് മനസ്സാന്നിധ്യത്തോടുകൂടെ നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ 5 നേരം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ നിസ്കാരങ്ങളെ കൊണ്ട് തന്നെ ഒരുപാട് പാപങ്ങൾ അവനിൽ നിന്നും പൊറുക്കപ്പെടുകയാണ്. ഒരിക്കലും സ്വഹാബത്തിന്റെ കൂടെ നബി പോയപ്പോൾ
നബിയും സ്വഹാബത്തും യാത്ര ചെയ്യുമ്പോൾ ഒരു വൃക്ഷങ്ങളെല്ലാം ഇല കൊഴിക്കുന്ന സമയമാണ്. അങ്ങനെ കൊഴിഞ്ഞു നിൽക്കാൻ കൊഴിയാറായ വൃക്ഷത്തിന്റെ വിലകൾ കൊഴിയാറായ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ചെന്നപ്പോൾ നബി ആ വൃക്ഷത്തെ പിടിച്ചൊന്ന് അങ്ങ് ശരിക്കും കുലുക്കി. പടയെന്ന് പറഞ്ഞ് കുറെ ഇലകൾ ഇങ്ങനെ ചാടാൻ തുടങ്ങി. അങ്ങനെ സ്വഹാബത്തിനോട് ചോദിച്ചു, എന്തിനാണ് ഇതൊന്ന് കുലുക്കിയതെന്ന് ചോദിക്കാൻ പറഞ്ഞു. എന്നോട് ചോദിക്കും, എന്തിനാ കുലുക്കിയത്? അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, എന്തിനാണ് നബിയെ അങ്ങനെ ചെയ്തത്? അവിടെ നിന്ന് പറഞ്ഞു, ഇത് ഒരു മുഅ്മിനായ മനുഷ്യൻ അവന്റെ സൽക്കർമ്മങ്ങളെ കൊണ്ട് അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഇങ്ങനെ അതുകൊണ്ട് സൽക്കർമ്മങ്ങളെ വർദ്ധിപ്പിക്കുക. ഇനി വൻ പാപം ചെയ്യുന്ന ഒരു മനുഷ്യൻ, വലിയ വലിയ പാപങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണെങ്കിൽ അവന്റെ സൽക്രമങ്ങളെ കൊണ്ട് മാത്രം അവന്റെ പാപങ്ങൾ പൊറുക്കില്ല. അവൻ പശ്ചാത്തപിക്കണം, തൗബ ചെയ്യണം. തൗബ എന്ന് പറഞ്ഞാൽ മടക്കം എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിലേക്കുള്ള മടക്കം. വഴിതെറ്റിയ മനുഷ്യൻ നേർമാർഗത്തിലേക്ക് മടങ്ങി വരുന്നു. തിന്മയിലേക്ക് പോയ മനുഷ്യൻ നന്മയിലേക്ക് മടങ്ങി വരുന്നു. ഇരുട്ടിലേക്ക് പോയ മനുഷ്യൻ വെളിച്ചത്തിലേക്ക് മടങ്ങി വരുന്നു. ഇങ്ങനെ നന്മയിലേക്കുള്ള, പടച്ചവനിലേക്കുള്ള, സിട്ടാവിലേക്കുള്ള ഒരു മടക്കം എന്നാണ് തൗബ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു മനുഷ്യൻ ഒരു പാപം ചെയ്താൽ തൗബ ചെയ്യുക. ഈ തൗബ എന്ന് പറഞ്ഞാൽ വെറും അധരങ്ങളെ കൊണ്ട് മാത്രം പറഞ്ഞു തീർക്കുന്നതല്ലല്ലോ, അതിന് നിബന്ധനയുണ്ട്. ഒരു മനുഷ്യന്റെ തൗബ സ്വീകരിക്കണമെങ്കിൽ 4 കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ അത്തൗബത്തു നദം. തൗബ എന്ന് പറഞ്ഞാൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഖേദമാണ്, ഖേദിക്കുക എന്നതാണ്. ഒരു പാപം ഒരു മനുഷ്യൻ ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റ് ചെയ്തതിന്റെ പേരിൽ അതികഠിനമായ ഖേദം, ദുഃഖം അദ്ദേഹത്തിനുണ്ടാകും. അത് മനസ്സിലുണ്ടാകേണ്ട കാര്യം. പടച്ച തമ്പുരാൻ ഇത് ചെയ്തു പോയല്ലോ എന്നുള്ള ഒരു ദുഃഖം, അത് ചെയ്തല്ലോ എന്നുള്ള ഒരു വിഷമം, വേദന, കഠിനമായ വേദന, അത് മനസ്സിലുണ്ടാകണം. ഉണ്ടായാലാണ് തോബ ഉണ്ടാവുള്ളൂ. ഇനി അങ്ങനെ ഇല്ലാതെ വെറും വാക്കുകൊണ്ട് പറഞ്ഞാൽ തോബയാകോ? ഇല്ല, തോബ സ്വീകരിക്കില്ല. അപ്പൊ ആ പാപത്തെ ഓർത്തിട്ട് ആ പാപം ചെയ്തല്ലോ, അത് ചെയ്യരുതായിരുന്നു എന്നുള്ള ആ ഒരു മനോഭാവത്തോടെയുള്ള ഖേദം, ശക്തമായ ഖേദമുണ്ടാകുക, ഇത് തോബയുടെ വളരെ പ്രധാനപ്പെട്ട നിബന്ധനയാണ്. മറ്റൊന്ന് അൽ അസ്മു. എന്താണ്? ആ പാപത്തിലേക്ക് ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുക്കുക എന്നുള്ളത്. ഈ ചെയ്ത പാപം ഉണ്ടല്ലോ, അത് ഇനി ഒരിക്കലും ചെയ്യില്ല എന്നുള്ള ദൃഢപ്രതിജ്ഞ എടുക്കുക. അപ്പൊ ചെയ്തതിന്റെ പേരൊന്ന് ഖേദിക്കണം. മറ്റൊന്ന്, ഇത് ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ കൂടി എടുക്കുക എന്നതാണ്. ഇനി അടുത്തതോ, പാപത്തിൽ നിന്നും മാറി നിന്നിട്ട് വേണം ഖേദിക്കാൻ. ഒരു മനുഷ്യൻ പശ്ചാത്തപിക്കുന്നു, ഖേദിക്കുന്നു, പടച്ച തമ്പുരാനെ എന്റെ പാപങ്ങളൊക്കെ പൊറുക്കണേ എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ഖേദിക്കുകയാണ്, പശ്ചാത്തപിക്കുകയാണ്. മനസ്സറിയുന്ന, മനസ്സിന്റെ ഉള്ളിലുള്ള പരമരഹസ്യങ്ങളും അറിയുന്ന സിട്ടാവിനോടാണല്ലോ നമ്മൾ തേടുന്നത്. അവിടെ പറയാണ്, അള്ളാഹു എന്റെ പാപങ്ങൾ പൊറുക്കണേ, ഇനി ഒരിക്കലും പാപം ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യൻ പാപവുമായി, തെറ്റുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴാണെങ്കിൽ ആ പശ്ചാത്താപത്തിന് ഒരു പ്രസക്തിയുമില്ല. അപ്പൊ പാപങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ടുള്ള പശ്ചാത്താപമായിരിക്കണം. ഇനി 4ാമതായി പറയുന്ന മറ്റൊരു മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ഹക്കിടപാടുകൾ, അതാണെങ്കിൽ അവർക്ക് കൊടുത്തു വിടണം, അത് കൊടുക്കണം. ഇനി ഒരാളെ ആക്രമിച്ചു, അടിച്ചു, എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അയാൾ ഇനി പറയാണ്, നിന്നോട് പ്രതികാരം ചോദിച്ചിട്ടാണ് ഞാൻ പൊരുത്തപ്പെടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന് അവസരം ഒരുക്കി കൊടുക്കേണ്ട വരും. ഇനി എന്തെങ്കിലും കാശ് കൊടുക്കാനുണ്ട്, സമ്പത്ത് കൊടുക്കാൻ, എന്തെങ്കിലും വസ്തു കൊടുക്കാനുണ്ട്, അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്, അല്ലെങ്കിൽ അയാൾ അറിയാതെ എടുത്തതാണ്, അത് തിരിച്ചേൽപ്പിക്കണം. എന്നാലാണ് അതിന് പൊറുക്കുകയുള്ളൂ. ഇനി അതല്ല, ഏഷണിയും പരദൂഷണവും പറഞ്ഞു ഒരാൾ അറിയാതെ, എന്നാൽ അത് മാക്സിമം ഇന്ന കാര്യം ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്നതുപോലെ നിന്നെ സംബന്ധിച്ച് പറഞ്ഞു എന്നറിയിക്കാം. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ, ഇനി അത് പറഞ്ഞാൽ ഭയങ്കരമായ എന്തെങ്കിലും
ഭയങ്കരമായ നമ്മൾ നികത്തിയാൽ തീരാത്ത വലിയ പ്രശ്നം ഉണ്ടാകുമെന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് ഈ ഖേദവും എല്ലാം ഉള്ളതിനോടുകൂടെ തന്നെ ആ മനുഷ്യന് വേണ്ടി ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, അദ്ദേഹത്തിൻ്റെ പാപമോചനത്തിന് വേണ്ടി, അദ്ദേഹത്തിൻ്റെ ഗുണത്തിന് വേണ്ടി നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി ധാരാളമായി പ്രാർത്ഥിക്കുക, ഗുണത്തിന് വേണ്ടി. അങ്ങനെ ആ പാപം നമുക്ക് പൊറുക്കാൻ കാരണമാകും. പ്രത്യേകം നൽകിയിരിക്കുന്ന ദിവസം എന്ന നിലയിൽ നമ്മൾ ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്യുക. സർവ്വ സന്തോഷവും നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അവിടുന്ന് വിളിച്ചു പറയുന്ന ഒരു അശരീരിയുണ്ട്. തൂബാ ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറാ. സർവ്വ സന്തോഷവും ആർക്കാണ്? ലിമൻ വജദ ഫീ സ്വഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറാ. അവന്റെ ഏടുകളിൽ, അവന്റെ നന്മ തിന്മകൾ എഴുതപ്പെട്ട ഏടിൽ ധാരാളം ഇസ്തിഗ്ഫാർ ചെയ്യപ്പെട്ടതായിട്ട് കണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ളവർക്കാണ് ഇന്ന് സർവ്വ സന്തോഷവും എന്ന് വിളിച്ചു പറയുമെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് വെള്ളിയാഴ്ച ദിവസം മഴ വർഷിച്ചു. പല പള്ളികളിലും മഴയ്ക്ക് വേണ്ടി തേടിയിട്ടുണ്ട്. പാപമോചനത്തിന്റെ 10-ലെ ആദ്യത്തെ ദിവസം കൂടിയാണ്. ഈ ദിവസം മിക്കവാറും പള്ളികളിലെല്ലാം, എല്ലാ പള്ളികളിലും മുഅ്മിനീങ്ങളായ ആളുകളെയൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് അള്ളാഹുവിനോട് പാപമോചനം തേടിയിട്ട് അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്നിങ്ങനെ അള്ളാഹുവിനോട് പാപമോചനം തേടി അതോടുകൂടി തന്നെ അള്ളാഹുവിനോട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. വളരെ വരൾച്ചകൾ നേരിട്ട സമയമാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് ധാരാളമായി നമ്മുടെ മേൽ ആവശ്യത്തിന് വർഷിക്കുമാറാകട്ടെ. ഫഖുൽതു അസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. നിങ്ങൾ ധാരാളമായി ഇസ്തിഗ്ഫാർ ചെല്ലുക, അവൻ ധാരാളം പാപങ്ങൾ പൊറുക്കുന്നവനാണ്. യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ. അതിന്റെ ഫലമായിട്ട്, നിങ്ങൾ പാപമോചനം തേടുന്നതിന്റെ ഫലമായിട്ട് ആകാശത്തിൽ നിന്ന് അള്ളാഹു അവന്റെ മഴയെ, റഹ്മത്തിന്റെ മഴയെ അള്ളാഹു വർഷിപ്പിച്ചു തരും. ധാരാളമായി വർഷിപ്പിച്ച് ഈ ഭൂമിയിൽ ധാരാളം വിഭവങ്ങൾ നൽകാൻ, സമ്പൽ സമൃദ്ധി നൽകാൻ. ഇതിനെല്ലാം കാരണം മനുഷ്യൻ ധാരാളമായി പാപമോചനം തേടണമെന്ന് വിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഭൂമിയുടെ എല്ലാ സമ്പൽ സമൃദ്ധിയുടെയും ഖജനാവുകളെ തുറക്കപ്പെടാൻ മനുഷ്യന്റെ പാപങ്ങളിൽ നിന്നുള്ള മോചനം ഇസ്തിഗ്ഫാർ കാരണമാകുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നതാണ്. അപ്പോൾ ഈ ദുനിയാവിലും പരലോകത്തും, ഈ 2 ലോകത്തും നമുക്ക് വിജയിക്കണമെങ്കിൽ നമ്മൾ ചെയ്ത പാപങ്ങളിൽ നിന്നും പാപമോചനം നേടി ഇനി പാപങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാമെന്നുള്ളൊരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് പടച്ച റബ്ബിന്റെ അടുക്കലേക്ക് അടുക്കുക, തൗബ ചെയ്യുക, പടച്ചവനിലേക്ക് മടങ്ങി ചെല്ലുക എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യമായിട്ട് വരുന്നത്, തൗബയുടെ നിബന്ധനകളിൽ നമ്മൾ എത്ര കാര്യമാണ് പറഞ്ഞത്? എത്ര നിബന്ധനകളാണ് തൗബയ്ക്കുള്ളത്? അതെല്ലാവരും അതിൻ്റെ ഉത്തരം വാട്സപ്പിൽ അയക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.